നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS റിക്രൂട്ട്മെൻ്റ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, സ്റ്റെനോഗ്രാഫർ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ തുടങ്ങി പല പോസ്റ്റുകളായിട്ട് വിളിച്ചിട്ടുണ്ട്. ഏകദേശം 400-നടുത്ത് വേക്കൻസീസ് ആണുള്ളത്. എല്ലാം പെർമനൻറ്റ് പോസ്റ്റുകളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ വേക്കൻസി വന്നിട്ടുള്ള BISൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെയുള്ള അവരുടെ ഓഫീസേഴ്സിലേക്കാണ്. അപ്പോൾ കേരളത്തിലും BISൻ്റെ ഓഫീസുണ്ട്, കൊച്ചിയിൽ അവരുടെ ഓഫീസുണ്ട്. അവിടേക്കുള്ള വേക്കൻസീസ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ പോസ്റ്റുകളും അതിൻ്റെ ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും എത്ര വേക്കൻസി ഉണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം ടോട്ടൽ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസിയിൽ ആദ്യം അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ വേക്കൻസീസ് ഉണ്ട്. അത് എക്സ്പീരിയൻസ് പോസ്റ്റുകളാണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. 43 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അതിൽ UR 15 വേക്കൻസി, EWS 5, SC 6, ST 3, OBC 14. അതുപോലെ തന്നെ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി ഉണ്ട്. അതിൻ്റെ സാലറി വരുന്നത് ലെവൽ 6 വരുന്നത്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിലാണ്. ലെവൽ 6 എന്ന് പറയുമ്പോൾ ബേസിക് പേ വരുന്നത് 35,400 പിന്നെ DA HR എല്ലാം കൂടി കൂട്ടി ഏകദേശം ഒരു 55,000-60,000 സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സിലും SC STക്ക് 5 വർഷത്തെ വയസ്സിലും ലഭിക്കും. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയാണ് ഇതിന് വേണ്ടത്. നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റിലും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി മാത്രം മതി. BA, BSc, BCom, BBA എല്ലാം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. PG ഒക്കെ ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് നടത്തുന്നതായിരിക്കും, ക്വാളിഫയിങ് ടെസ്റ്റ് പോലെ. പക്ഷേ ഡിഗ്രി ഉള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടെ പിന്നീട് നടത്തുന്നതായിരിക്കും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്. അതാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഇത് ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ്. കുറച്ച് സാലറി കുറവായിരിക്കും. ലെവൽ 4 വരുന്നതാണ്. ബേസിക് പേ 25,500 ഏകദേശം 40,000-നടുത്ത് മുകളിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടാവും. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBCക്ക് 3 വർഷത്തെയും SC STക്ക് 5 വർഷത്തെയും വയസ്സുള്ള ലഭിക്കും. ഇത് ടോട്ടൽ 128 വേക്കൻസീസ് ആണുള്ളത്. URൽ 58 വേക്കൻസി, EWS 12, SC 19, ST 5, OBC 34 വേക്കൻസി. അതുപോലെ തന്നെ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് 5 വേക്കൻസി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ് സർവീസ്മെനും 12 വേക്കൻസീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ് ഇതിനും വേണ്ട പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിഗ്രിയുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ അവർ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. 2000 കീ ഡിപ്രഷൻ ഇൻ 15 മിനിറ്റ്സ് വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർ എക്സലിലും 15 മിനിറ്റ്സിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. പവർ പോയിൻറ്റിലൊക്കെ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും 15 മിനിറ്റ്സിൻ്റെ. അപ്പോൾ ഡിഗ്രിയുള്ള ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റും നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. അടുത്തൊരു പോസ്റ്റ് വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഇത് കുറച്ചുകൂടി സാലറി കുറവുള്ളതാണ്. ലെവൽ 2 വരുന്നതാണ്. ബേസിക് പേ വരുന്നത് 19,900, സ്റ്റാർട്ടിംഗ് സാലറി 30,000-ന് മുകളിൽ കിട്ടുന്നതായിരിക്കും. 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC STക്ക് OBCക്കും അവരുടേതായ വയസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ വേക്കൻസീസ് 78. URന് 32 വേക്കൻസി. UR എന്ന് പറഞ്ഞാൽ ജനറൽ വേക്കൻസിയാണ് 32. EWS 8 വേക്കൻസി, SC 10, ST 6, OBC 22 വേക്കൻസി. ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും 2 വേക്കൻസി, എക്സ് സർവീസ്മെനും 7 വേക്കൻസി വരുന്നുണ്ട്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ബാച്ചിലർ ഡിഗ്രിയാണ്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ അവരൊരു കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. 35 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. പിന്നെ വേറെ പോസ്റ്റുകൾ വന്നിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റുകളുണ്ട്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സാലറി ഏകദേശം 50,000-ന് മുകളിൽ കിട്ടുന്നതാണ്. 27 വേക്കൻസിയാണ്. ഇതിൽ മെക്കാനിക്കൽ, കെമിക്കൽ, മൈക്രോബയോളജിയിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ വേണം മെക്കാനിക്കലിൽ. വിത്ത് മിനിമം 60% മാർക്കാണ് വേണ്ടത്. SC ST ആണെങ്കിൽ 50%. കെമിക്കൽ ഡിസിപ്ലിൻ ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് കെമിസ്ട്രിയാണ് വേണ്ടത്. വിത്ത് മിനിമം 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മൈക്രോബയോളജി ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് വിത്ത് മൈക്രോബയോളജി ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ്. അതിന് നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC STക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലാബ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സീനിയർ ടെക്നീഷ്യൻ്റെ 18 വേക്കൻസീസ് ഉണ്ട്. അതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10th ITI. നിങ്ങൾ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, കാർപ്പൻറ്റർ, പ്ലംബർ, വയർമാൻ, വെൽഡർ ഇതിലൊക്കെ നിങ്ങൾക്ക് ITIയും 2 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ടെക്നീഷ്യൻ്റെ ഒരു വേക്കൻസിയാണുള്ളത്. ടെക്നീഷ്യൻ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ 10th ITI ആണ് വേണ്ട. ഇലക്ട്രീഷ്യനിലോ വയർമാനിലോ വേണ്ടതാണ്. ഇനി മെയിനായ പോസ്റ്റ് വരുന്നത് പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ലെവൽ 6 ആണ്. 27 വേക്കൻസിയാണുള്ളത്. പേഴ്സണൽ അസിസ്റ്റൻ്റ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അത് നിങ്ങൾ ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞവർക്കാണ്. ഷോർട്ട് ഹാൻഡ് പഠിച്ചവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റെനോഗ്രാഫി, ഷോർട്ട് ഹാൻഡ് ഒക്കെ കഴിഞ്ഞവർക്ക് പേഴ്സണൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റും ഉണ്ട്. പിന്നെ സ്റ്റെനോഗ്രാഫറിന് തന്നെ വേറൊരു പോസ്റ്റ് വരുന്നുണ്ട്. കുറച്ച് സാലറി കുറവുള്ള 19 വേക്കൻസീസ് ആണ് വരുന്നത്. 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സാലറി ഏകദേശം 40,000-ന് മുകളിൽ സ്റ്റാർട്ടിങ് കിട്ടുന്നതായിരിക്കും. ഇത്രയുമാണ് മെയിൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്.
അത് ഇനിയിപ്പോൾ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിനാണെങ്കിൽ ഫസ്റ്റ് ഓൺലൈൻ എക്സാം ഉണ്ടാകും, പിന്നെ സ്കിൽ ടെസ്റ്റാണ് ഉണ്ടാവുക, അതായത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാകും, ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. സ്റ്റെനോഗ്രാഫറിനും ഓൺലൈൻ എക്സാമും സ്കിൽ ടെസ്റ്റും ഉണ്ടാകും. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനാണെങ്കിലും ഓൺലൈൻ എക്സാമിനും പിന്നെ അതുപോലെ തന്നെ വേർഡിലും പവർ പോയിന്റിലും ഒക്കെ അവർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും, ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഓൺലൈൻ എക്സാമും ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടാകും 35 വേർഡ്സ് പെർ മിനിറ്റിൽ. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സീനിയർ ടെക്നീഷ്യൻ ഇവർക്കൊക്കെ ഓൺലൈൻ എക്സാമിനേഷനും പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. ഇതിൻ്റെ ഓൺലൈൻ എക്സാമിൻ്റെ സിലബസ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇത്രയും പോസ്റ്റുകളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 35 മിനിറ്റിനായിരിക്കും. ജനറൽ അവയർനെസ്സിൻ്റെ 25 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് 150 മാർക്സിനാണ് 2 മണിക്കൂറിൻ്റെ എക്സാമാണ് ഉണ്ടാവുക. അപ്പോൾ SSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ഒരു പാറ്റേൺ എക്സാം ആയിരിക്കും ഇതിന് വരിക. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ജനറൽ ഇൻ്റലിജൻസും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ഉണ്ട്. കൂടാതെ നിങ്ങൾ ഏതാണോ നിങ്ങൾ കെമിസ്ട്രി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും, മെക്കാനിക്കൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, കെമിക്കൽ മൈക്രോബയോളജി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കൂടി വരുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ സിലബസിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ 2 മണിക്കൂർ ടെസ്റ്റാണ്. പിന്നെ അപ്പർ ഏജ് റിലാക്സേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ OBC എല്ലാ പോസ്റ്റുകൾക്കും 3 വർഷത്തെയും, SC STക്ക് 5 വർഷവും, ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും അവരുടേതായ വയസ്സുള്ളത് ലഭിക്കും. പിന്നെ വിഡോസ്, ഡൈവേഴ്സ്ഡ് വുമൺ അവരുടേതായ വയസ്സുള്ളതും ലഭിക്കുന്നതായിരിക്കും. 35 വയസ്സ് വരെ ഗ്രൂപ്പ് C പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് വരുന്ന എക്സാമിനേഷൻ സെൻ്ററാണ്. കേരളത്തിൽ 2 സ്ഥലത്താണ് എക്സാമിനേഷൻ സെൻറ്ററിൽ. ട്രിവാൻഡ്രത്തും എറണാകുളത്തും കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. ബാക്കി പല സ്റ്റേറ്റുകളിലായിട്ട് പല എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും എക്സാം അവർ കണ്ടക്ട് ചെയ്യുക. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്, ഇത് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല, SC ST കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല, ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, സെക്ഷൻ ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസായിട്ട് വരിക. അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റുകൾക്കാണ് 800 രൂപ അപ്ലിക്കേഷൻ ഫീസ്. അപ്പോൾ നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിൽ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ജനറൽ, OBC മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് 500 രൂപ അപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് സെപ്റ്റംബർ 9, 2024 മുതൽ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 30, 2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 21 ദിവസമാണ് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടൈം കൊടുത്തിരിക്കുന്നത്. എക്സാമിനേഷൻ, ഓൺലൈൻ എക്സാമിനേഷൻ വരുന്നത് ഏകദേശം അവരിപ്പം പറയുന്നത് നവംബറിലായിരിക്കും എക്സാമിനേഷൻ ടൈം ഉണ്ടാവുക. നവംബർ 2024 ആയിരിക്കും. എക്സാക്ട് ഡേറ്റ് ഒക്കെ അവർ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡ് 10 ദിവസം മുന്നേ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജോബ് ചെയ്യാവുന്നതാണ്. പെർമനൻറ്റ് പോസ്റ്റുകളാണ്. BIS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗോൾഡ്, സിൽവർ ജ്വല്ലറിയൊക്കെ ഹോൾ മാർക്കിംഗ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ ലബോറട്ടറി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. നല്ലൊരു പോസ്റ്റുകളാണ്. കേരളത്തിലാണെങ്കിൽ എറണാകുളത്ത് ഇതിൻ്റെ ഒരു റീജിയണൽ ഓഫീസും ഉണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ജോബ് അന്വേഷിക്കാനുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോബ് സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.